ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും.
തിളങ്ങും മിന്നാമീനും നിന്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ മന്നിതിൻ മീതെ ദീപാലങ്കൃതമായൊരു മംഗലപന്തൽ തന്നിൽ കെടാതെ കറങ്ങിത്തിളങ്ങും ഗോളങ്ങൾ മിന്നിത്തിളങ്ങും മിന്നാമീനും നിന്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ മന്നിതിൻ മീതെ ദീപാലങ്കൃതമായൊരു മംഗലപന്തൽ തന്നിൽ കെടാതെ കറങ്ങിത്തിളങ്ങും ഗോളങ്ങൾ കണ്ണുകളൊന്ന് വിഹായസിൻ വിരിമാറത്തേക്കു തിരിക്കേണം കൽബ് തുറന്ന് പ്രപഞ്ചത്തിന്റെ കലയിൽ ചിന്ത പതിക്കേണം എണ്ണമില്ലാ ചെറുതാരഗണങ്ങൾ എത്രയും വലുതെന്നോർക്കേണം ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽ പെടാത്തത് വേറെയുമുണ്ട് ധരിക്കേണം വാനിൽ പറത്തിയിടും വിമാനം എടുത്തോളൂ അത് കണ്ണകലും തോറും ചെറുതാകും പിന്നെ ക്രമത്തിൽ കാണാതാകും എന്ന ക്രമത്തിൽ തന്നെ എണ്ണാം വാനിൽ കാണുന്ന താരകളവയുടെ ദൂരപ്പെരുപ്പം കാരണം കണ്ണിനു വളരെ ചെറുപ്പം പടുപടുകൂറ്റൻ ഗോളങ്ങൾ ആശൂന്യാകാശക്കടലിൽ ഇടതടവില്ലാതങ്ങും ഇങ്ങും നീന്തുന്നു പണ്ടു മുതൽ ഇന്നോളവുമാ നീരാഴിയിലൂളം വെച്ച് കൊണ്ടവ തമ്മിലൊളിച്ചു കളിക്കണ കാണുന്നു എന്നല്ല ഇനി നാട് ഖിയാമത്തോളവും മക്കളി നിൽക്കൂല എല്ലാമേവം കറങ്ങിയിടാഞ്ഞാൽ ഈ ലോകം നിലനിൽക്കൂല എന്നാലോ അവ ഒന്നും ഒരിക്കലും തമ്മിൽ കൂട്ടിയടിക്കൂല എന്നും മനോഹരമായ വ്യവസ്ഥയിൽ നിന്നണുവളവും തെറ്റൂല കാര്യം ശരിക്കുമോർത്താൽ ഓരിത്തരിക്കാൻ മാത്രം ഗൗരവമുള്ളൊരു ഭരണവ്യവസ്ഥ ആരിതിൻ പിന്നിലിരുന്നു സമസ്ത ഗോള ലക്ഷങ്ങളെ ഒന്നായി താളം തെറ്റാതവ നന്നായി ഉന്നത നിലയിൽ രൂപപ്പെടുത്തി എന്നുമടക്കി ഭരിക്കണ ശക്തി ശക്തിയതാരെന്നറിഞ്ഞിട്ടില്ലാത്തൊരു പുൽക്കൊടി പോലും ചിന്തകരാരും ഈ ദുനിയാവിൽ കണ്ടില്ല സകല ചരാചരവും സൃഷ്ടിച്ചുണ്ടാക്കി സംരക്ഷിക്കും ജഗപരിപാലകനാണവനാരും പങ്കില്ല പക്ഷേ മനുഷ്യ സമൂഹം മാത്രം ലക്ഷണക്കേടു കളിക്കുന്നു പാരിൽ പരാജയ പാരമ്പര്യ ചേരി തിരഞ്ഞു പിടിക്കുന്നു പടച്ചോൻ നൽകിയ സ്വാതന്ത്ര്യം തനി ശിക്ഷാകാരണമാക്കുന്നു പരമാബദ്ധ പാതയിലൂടെ വെറുതെ കാലം കഴിക്കുന്നു ഏകനാഥൻ അരുളുന്ന ലോകം സാക്ഷ്യം വഹിക്കുന്ന കേവലമുത്തമ സൽഗുണമൊത്ത പാവനമോഹനമായ പ്രശസ്ത മാർഗം തേടിപ്പിടിക്കാതെ ദീർഘ പരിപാടികളോടെ രാപ്പകൽ മനുജനഹങ്കരിക്കുന്നു വീർപ്പടങ്ങും വരവീം വിളക്കുന്നു ജീവിതം നൽകിയ നാഥനൊരുത്തൻ തന്നെ ഈ ദുനിയാവിൽ ജീവിക്കാനൊരു പദ്ധതിയും നിർദ്ദേശിച്ചു ജീവിതകാലം വായുവും വെള്ളവുമെല്ലാം പോലെ തന്നെ ആവണം തൻ തിരുപദ്ധതി എന്നും ശാസിച്ചു
ഉപയോഗപ്പെടുത്തി മർത്യമനസ്ഥിതി മരവിച്ചു. മണ്ണിലും വിണ്ണിലും വെട്ടിമിഴുക്കണ കണ്ണിനു തിമിരം ബാധിച്ചു. ഒട്ടും ആ ദൈവീക വ്യവസ്ഥിതി പറ്റില്ലെന്നവൻ വാദിച്ചു. ഓരോരുത്തനും തോന്നിയ പോലെ പാരിൽ നിയമം നിർമ്മിച്ചു. ജീവൽ പ്രശ്നങ്ങളിലെല്ലാം ദൈവത്തെക്കാൾ കഴിവുള്ളോർ തങ്ങളെന്നുള്ള കൊടും ധിക്കാരം, എങ്ങും യുക്തി വിരുദ്ധ വിചാരം കണ്ടോ അത് കൊള്ളുകയില്ല. വേണ്ട, ഇത് നല്ലതിനല്ല, ശാശ്വത ശാപം ഇതിൽ കുടുങ്ങണ്ട. ഈശ്വരധിക്കാരം അത് വേണ്ട. ലക്ഷണമൊത്ത പ്രവാചകവര്യന്മാർ പല ഘട്ടങ്ങളിലായി ലക്ഷക്കണക്കിന് ഏകസ്വരത്തിൽ ഘോഷിച്ചു. ലക്ഷ്യമടങ്ങും പാവനമുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നവർ ചൊല്ലി കേൾപ്പിച്ചു. സൃഷ്ടികളടിമപ്പെടുവാൻ അർഹൻ സ്രഷ്ടാവൊരുവനാണെന്നും സൃഷ്ടികളുടെ മേലധികാരം സമസൃഷ്ടികളാർക്കും ഇല്ലെന്നും മറ്റാർക്കും ദുനിയാവിലെ കാര്യം വിട്ടുകൊടുത്തിട്ടില്ലെന്നും മര്യാദക്കേടായി നടന്നാൽ പരലോകം കിടപ്പുണ്ടെന്നും പേടുത്തിപ്പോന്ന നേരും നെറിയും തുളുമ്പുന്ന പൊന്നു പ്രവാചകരിൽ അവസാന കണ്ണിയ മുത്ത് റസൂലു മുഖേന വീണ്ടും ദൈവീക വ്യവസ്ഥ കണ്ടു. ഈ ലോകമടുത്ത കാലമതെത്ര പവിത്ര ചരിത്രം, മേലിലും വേണ്ടി വരുന്നൊരു ചിത്രം. വേണ്ടിവരും എന്നുള്ളത് നാളിന്നോളം ഈ ദുനിയാവിൽ വേണ്ടതുപോലെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. വേറെ വ്യവസ്ഥിതികൾ നിർമ്മിച്ചുണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് പാരിടമിന്നൊരു പോരിടമായിട്ടുണ്ടല്ലോ. ചിന്തകനെന്ന മനുഷ്യതരംഗം അന്ധതയിൽ കൊടികുത്തുന്നു. ചിത്തഭ്രമത്തിനൊത്തൊരവസ്ഥയിൽ മർത്യകുലം ചെന്നെത്തുന്നു. ആരുടെ ശാപമിതാവോ പാരിൽ മാരകശക്തി വളർത്തുന്നു. ആകെ ഹലാക്കിനൊരുക്കങ്ങൾ ബഹുജാഗ്രതയോടെ നടത്തുന്നു. ഭ്രാന്താലയത്തിൽ നിന്നും ശാന്തി പ്രസംഗിക്കുന്ന ശബ്ദമതാ ഇന്നും ഉയരുന്നു. എന്തിനഹോ അധികം പറയുന്നു. ബട്ടൺ അമർത്തി ലോകം ചുട്ടു കരിക്കാൻ പാകം ആക്കിയ കേവല ഭൗതികരിന്നും ആ കളി തന്നെ തുടർന്നു വരുന്നു. മിന്നിത്തിളങ്ങും മിന്നാമീനും നിന്റെ കൂട്ടമെന്നോണം പിന്നിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ. മന്നിതിന്മീ